ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ ഒരു രാത്രി അടുക്കള വിശേഷമാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. രാത്രി നമ്മുടെ ഒരു അടുക്കള വിശേഷമാണ് നിങ്ങൾ കാണുന്നത്. അപ്പം ഞാൻ ചോറും കറിയൊക്കെ വെക്കാൻ പോകുന്നു. നമ്മുടെ പാചക വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ട് കുറേ ദിവസമായില്ലേ. ഞാനും എൻ്റെ പാചക വീഡിയോ നിങ്ങൾ കണ്ടിട്ട് കുറേ ദിവസമായി. അപ്പം ഇന്നൊരു കുഞ്ഞ് പാചക വീഡിയോ എടുക്കാൻ വെപ്പും കുടിയൊക്കെ നടത്തിയിട്ട് 2 ആഴ്ചയായി തോന്നുന്നു. അമ്പലത്തിൽ ഉത്സവമായതിനു ശേഷം വീട്ടിൽ വെപ്പും കുടിയൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണി വെച്ചു കേട്ടോ. ഉച്ചയ്ക്ക് ബിരിയാണി വെച്ചു. ഇപ്പോൾ രാത്രി ചോറ് വെക്കാൻ പോകുന്നു. ചോറ് വെച്ചാൽ നാളത്തേക്കും കൂടെ എടുക്കാൻ കണക്കാക്കിയിട്ടേ രാത്രിയും കഴിക്കാം, നാളെയും കൂടെ എടുക്കാൻ കരുതി. ചേട്ടന് ചോറ് കൊണ്ടുപോകണം. അപ്പം അതും ഒരാഴ്ച കൊണ്ട് കടയിൽ നിന്നൊക്കെയാണ് കഴിപ്പ്. അപ്പം ഞാനൊന്ന് വീഡിയോ കൂടെ എടുക്കാം. ചിക്കൻ ഇരിപ്പുണ്ട്. ഉച്ചയ്ക്ക് ബിരിയാണി വെച്ചതിൻ്റെ ബാക്കി ചിക്കൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പം ചിക്കൻ വെക്കണം. ഞാൻ സവാള ഗിരിഗിരി ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ അടുപ്പത്ത് ചോറിന് വെച്ചിട്ടുണ്ട്. സവാള ഉരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉരിക്കുന്നൊന്നും അതുപോലെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഞാൻ അതിനിടയിൽ കുളിക്കാൻ വേണ്ടിയിട്ട് തലയിൽ ഇച്ചിരി എണ്ണയൊക്കെ തേച്ചിട്ടുണ്ട്. നമ്മളെ വീഡിയോ ഉണ്ടല്ലോ, ഞാൻ എണ്ണ കാച്ചുന്നൊരു വീഡിയോ ഇട്ടിട്ട് അതിൽ കാണാൻ ആരുമില്ല. ആ വീഡിയോ കാണാൻ ആരുമില്ല. നമ്മൾ നല്ലത് ചെയ്താലൊന്നും കാണാൻ ആരുമില്ല. പക്ഷേ അത് സൂപ്പർ റിസൾട്ട് എന്ന് വെച്ചാൽ സൂപ്പർ റിസൾട്ടാണ്. ഞാനൊരു 100 ഗ്രാമിൻ്റെ കണക്കിനാണ് കാച്ചത് കേട്ടോ. 100 ഗ്രാമിൻ്റെ കണക്ക് കാച്ചുമ്പോൾ തന്നെ എനിക്ക് 1 മാസത്തിന് മേലെ ഇരിക്കും. ഞാൻ അങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ എണ്ണ ഉപയോഗിക്കുള്ളൂ കേട്ടോ. എന്നും ഒന്നും എണ്ണ തേക്കില്ല. ആഴ്ചയിൽ ഒരു ദിവസം എണ്ണ തേച്ച് മുടിയൊക്കെ ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്യും. തലയൊക്കെ ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്യും. അതുപോലെ ഞാൻ തലയൊക്കെ ഒന്ന് നന്നായിട്ട് എണ്ണയിട്ട് തലയൊക്കെ ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് മുടി കെട്ടി വെച്ചേക്കാണ്. നമ്മുടെ പാചകമൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് കുളിക്കാം. കുളിക്കാൻ വേണ്ടിയിട്ട് എണ്ണ തേച്ചേക്കണം. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കാണാൻ പറ്റുമെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ കൂടെ അതും കൂടെ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണണം കേട്ടോ. ഒരു കുഞ്ഞു വീഡിയോ ആണ്. പക്ഷേ ഞാൻ ആ എണ്ണ തീരുമ്പോഴത്തേക്ക് അടുത്തൊരു എണ്ണ കാച്ചൽ വീഡിയോ ആയിട്ട് വരും. അന്ന് നമ്മൾ എണ്ണ കാച്ചിയപ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് എല്ലാ മരുന്നും കിട്ടിയില്ല. ഉള്ളത് വെച്ചാണ് കാച്ചിയത്. പക്ഷെ അത് പൊളി റിസൾട്ടാണ്. എൻ്റെ മുടിയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പം നല്ല എൻ്റെ ഇപ്പോഴത്തെ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻ്റെ ഇടയ്ക്ക് ഞാൻ മുടിയൊന്നും ഹെയറൊന്നും ശ്രദ്ധിക്കാണ്ട് നല്ല മുടി കൊഴിച്ചിലും ഈ ഉച്ചിയൊക്കെ ഇവിടെ കാണാമായിരുന്നു കേട്ടോ. അത് തേച്ചതിന് ശേഷം മുടിയെല്ലാം കിളിർത്ത് നല്ല ഇതായി വന്നിട്ടുണ്ട്. സംശയം ഞാൻ പറയണത് കള്ളത്തരമാണെങ്കിൽ എൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്ത് നോക്കുക കേട്ടോ. അതിലൊക്കെ കാണാം നമ്മുടെ ഹെയറിൻ്റെ പരസ്യം. നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യണമെന്നും ആർക്കും കാണാൻ വയ്യ. കള്ളവും കപടവും ഇല്ലാത്ത നാച്ചുറലായിട്ടുള്ള എൻ്റെ അനുഭവം തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ. ആ എണ്ണക്കൂട്ട് നിങ്ങളത് കാച്ചി നോക്കണം കേട്ടോ. എണ്ണക്കൂട്ട് നിങ്ങളത് കാച്ചി നോക്കണം. അപ്പോഴേ നിങ്ങൾ കാച്ചി ഉപയോഗിക്കണം. ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾ കാച്ചിയത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ തേച്ചിട്ട് നിൽക്കുകയാണ്. പാചകമൊക്കെ കഴിഞ്ഞ് കുളിച്ചിട്ട് ലൈവൊക്കെ വരാൻ പറ്റുമെങ്കിൽ ലൈവൊക്കെ വരണം. അപ്പോൾ എന്തായാലും കഥ പറഞ്ഞുകൊണ്ട് നിന്നാലുണ്ടല്ലോ അടുത്ത വീട്ടിൽ മിക്സിയിൽ അരയ്ക്കുന്നതിൻ്റെ സൗണ്ടും വെറുതെ അനിയത്തിക്കുട്ടി അരി പറക്കലൊക്കെ നടത്തുന്നു. മിക്സിയുടെ സൗണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ചോറും കറിയൊക്കെ ആയതിനു ശേഷം നിങ്ങളത് കാണിച്ചു തരാം. അപ്പോഴത്തേക്ക് നമ്മളെ ഉച്ചത്തെ ബിരിയാണിയും കൂടെ കാണിച്ചു തരാം കേട്ടോ. എല്ലാം കൂടെ ഒരു സ്റ്റെപ്പായിട്ട് ആ ഒരു വീഡിയോ ഒറ്റയായിട്ട് എടുക്കാം. ചോറും കറിയും റെഡി ആയതിനു ശേഷം ചോറും കറിയും കാണിച്ചു തരാം. അതിൻ്റെ കൂടെ ഉച്ചയ്ക്ക് വെച്ച ബിരിയാണിയും കാണിച്ചു തരാം. എന്നിപ്പോൾ ഞാൻ ലൈവ് എന്നുള്ള ചിന്തയേ ഉള്ളൂ. ലൈവ് ഏത് നേരം നോക്കിയാലും ലൈവ് എന്നുള്ള ചിന്തയേ ഉള്ളൂ. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് കാണാം. നമ്മുടെ പാചകമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറ് വെച്ചു,
പരിപ്പ് കറി വെച്ചു, ചീരത്തോരൻ വെച്ചു, ചിക്കൻ തണുക്കാൻ വേണ്ടി കൊണ്ടുവച്ചപ്പോൾ അത് നമ്മൾ ഈ ചൂടോടെ വയ്ക്കുമ്പോഴത്തേക്കൊരു അതിൻ്റെ പുറത്തൂടെ ഒരു സംഭവം വരുമല്ലോ, അതാണ്. കണ്ടല്ലോ, ചിക്കൻ കറി, ചീരത്തോരൻ, പരിപ്പ് കറി, ചോറ്. ഇന്നത്തെ പാചകം കണ്ടല്ലോ. ബിരിയാണി കണ്ടോ, ഉച്ചക്ക് വെച്ച ബിരിയാണി. അതും കൂടെ എനിക്ക് കാണിച്ചില്ല എന്ന് വേണ്ട. അപ്പം കണ്ടോ. അപ്പം നമ്മുടെ പാചകമൊക്കെ കണ്ടല്ലോ. കൂടുതലൊന്നുമില്ല, ഒരു 4-5 മിനിറ്റുള്ള വീഡിയോ. തലയിൽ എണ്ണയും തേച്ചിട്ടാണ് പാചകം ചെയ്ത്. വെട്ടം കിട്ടുന്നില്ല, എന്തൊക്കെയോ മിസ്റ്റേക്ക്. അപ്പം നമ്മൾ എണ്ണയൊക്കെ തേച്ചിട്ടാണ് പാചകം ചെയ്തത്. തലയിൽ എണ്ണ കിടന്നാലും പ്രശ്നമാണ്. അപ്പോൾ ഞാൻ കുളിക്കാൻ പോകുന്നു. കുളിച്ചിട്ട് വരട്ടെ. കുളിച്ചിട്ട് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം. ലൈവ് വരാൻ പറ്റുകയാണെങ്കിൽ വരാം. കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും വീഡിയോ കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്, ശുഭരാത്രി, സുഖനിദ്ര.